The Lord has been helping us to meditate upon progressive salvation on every Wednesday for the last couple of months. എല്ലാ ബുധനാഴ്ച തോറും ഈ പുരോഗമനായ രക്ഷയെക്കുറിച്ച് ധ്യാനിപ്പാനായി ദൈവം നമ്മെ സഹായിക്കുന്നു. We thank God for what the Holy Spirit ministered to us even the last week. കഴിഞ്ഞ ആഴ്ച ദൈവം നമ്മളോട് ഇടപെട്ട ആ വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. We heard very clearly that a new day has dawned upon His church. അവന്റെ സഭയ്ക്ക് ഒരു പുതിയ നാള് ഉദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. We heard very clearly that the Lord is progressively taking His people into God's ultimate. ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നു എന്ന് നമുക്ക് കാണാൻ ഇടവന്നു. The harvest of the Feast of Tabernacles is at hand. കൂടാര പെരുന്നാളിന്റെ നാള് ആ ഉത്സവത്തിന്റെ നാള് ഇതാ വന്നിരിക്കുന്നു. God has begun a work worldwide by His Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ദൈവം ഒരു ആഗോളമായിട്ടുള്ള ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. And He is inviting the hungry and the thirsty to be part of that work of God in the earth now. ദൈവം ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനാൽ ഈ ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. How each one of us would respond to this initiation of God is very, very important. ഈ ഒരു ആഹ്വാനവും ഈ ഒരു വിളിക്ക് നമ്മൾ എപ്രകാരം പ്രതികരിക്കുന്നു എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. We have a privilege to hear God's word in these days. ഈ നാളുകളിൽ ദൈവ ശബ്ദം കേൾപ്പാനായി ദൈവം നമുക്ക് ഒരുക്കുന്ന ഈ അവസരത്തിനായി ദൈവത്തോട് നന്ദി But it's പറയുന്നു. another thing to respond to God, this initiative God has taken to bring about a new work by His Spirit in these end times. ദൈവം ചെയ്യുന്ന ഈ ക്രിയയ്ക്ക് നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, അതിന് എത്രമാത്രം നമ്മൾ യോജിച്ചു പോകുന്നു എന്ന കാര്യം നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കുന്നു? Or we would hold ourselves back in some kind of unbelief. അവിശ്വാസത്തിൽ നമ്മൾ പിൻവലിക്കുമോ ഇല്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ മുന്നേറുമോ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ? Or will we continue to remain in a place of presumption? ഒരു മുൻവിധിയുടെ തലത്തിൽ നമ്മൾ തുടരുമോ? And be satisfied with the feast of Passover and Pentecost we have experienced നമ്മുടെ in our ജീവിതത്തിൽ lives? നമ്മൾ അനുഭവിച്ച പെസഹ പെരുന്നാളിന്റെയും പെന്തിക്കോസ് പെരുന്നാളിന്റെയും അനുഭവത്തിൽ നമ്മൾ തൃപ്തരായി ആ അവസ്ഥയിൽ തന്നെ തുടരുമോ ഇല്ലെങ്കിൽ മുന്നേറുവാനുള്ള വിശ്വാസത്തോടെ നമ്മൾ പടിയെടുക്കുമോ? In typology, the children of Israel had to move on when the cloud was lifted and the cloud began to ഇസ്രായേൽ move. മക്കളുടെ അവരുടെ യാത്രയിൽ മേഘം നീങ്ങുമ്പോഴൊക്കെയും അവരും ആ മേഘത്തോടു കൂടെ മുന്നേറേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. It is necessary for God's people to move on at the bidding of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആജ്ഞയിൽ നാമും മുന്നേറേണ്ട ആവശ്യം ഉണ്ട്. It is necessary for us to move on. ആ പരിശുദ്ധാത്മാവിന്റെ ആജ്ഞയിൽ നാമും മുന്നേറണം. Now, we also heard very clearly some precious thought from the book of John chapter 4. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ വിലയേറിയ ചില ആലോചനകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പങ്കിട്ടു. God's divine determination. ദൈവത്തിന്റെ ദൃഢനിശ്ചയത്തെ നമ്മൾ അവിടെ അധ്യായത്തിൽ കണ്ടു. അവൻ സമരിയയിൽ കൂടെ പോകേണ്ട ആവശ്യം And He sat on the well. അവൻ ആ He was so കിണറിന്റെ മുകളിൽ immovable. അവൻ ഇരുന്നു. And it was the 6th അത് hour. 6-ാം മണി നേരമായിരുന്നു. And we saw the 7th hour was at 7-ാം hand. മണി ഒരു And സമയത്തിന്റെ also വക്കിലായിരുന്നു. the woman who was living with 6 men already. 6 പുരുഷന്മാരോട് കൂടെ താമസിച്ച ഈ സ്ത്രീ ആ And the നേരത്തിൽ 7th man on the well in the 7th hour, beginning of the 7th hour, is കിണറ്റുകരയിൽ bidding വരികയും her to come. ആ യാക്കോബിന്റെ ഉറവയ്ക്ക് അരികെ വരികയും And
she was so frustrated living with all the five natural senses and for the flesh. ജഡത്തിനു വേണ്ടിയും ആ പഞ്ചേന്ദ്രിയങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയും ആ ആറ് പുരുഷന്മാരോട് കൂടെ ജീവിച്ച് അതൃപ്തിയായ ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഈ ഏഴാമത്തെ പുരുഷനായ ക്രിസ്തുവിനെ നേരിടുവാനായിട്ടുള്ളൊരു അവസരം ദൈവം ഒരുക്കി. And we saw many precious things from this example. ഇങ്ങനെ ആ ഉദാഹരണത്തിൽ നിന്ന് പല വിലയേറിയ സത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. And one thing I would like to say tonight is there's a great need for us to understand the times of God and the workings of God. ദൈവത്തിന്റെ സമയങ്ങളെയും ദൈവത്തിന്റെ കാലത്തിനൊത്തവണ്ണമുള്ള പ്രവൃത്തികളെയും തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. It's time to drop the old and get into the new. പഴയതിനെ മാറ്റിവെച്ച് പുതിയതിനെ മുറുകെ പിടിക്കേണ്ട കാലം ഇതാ വന്നിരിക്കുന്നു. There are many things we heard. പലതും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടു. And God in His mercy has brought us into the light of His precious word for this present time. ഈ കാലഘട്ടത്തിലേക്കുള്ള ദൈവാത്മാവിന്റെ ഭാരം നമുക്ക് കേൾപ്പാൻ ദൈവം സഹായിച്ചു. All you and I must do is to drop off the old and become the new vessel in His hands. അവന്റെ കരങ്ങളിൽ ഒരു പുതിയ പാത്രമായി തീരേണ്ടതിന് പഴയതിനെ നമ്മൾ വിട്ടുകളഞ്ഞ് അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞ് പുതിയതിനെ ആലിംഗനം not only a container but even a dispenser in the hands of the Lord, even an earthen vessel for His glory. അവന്റെ മഹത്വത്തിനായി ഒരു മൺപാത്രമാകുക മാത്രമല്ല അവന്റെ മഹത്വത്തിനായി ഒരു പകരുന്ന പാത്രമായി തീരണം എന്നാകുന്നു ദൈവത്തിന്റെ. And therefore we heard very clearly it's time for us to lay aside every weight that so easily beset us. നമ്മളെ മുറുകെ പിടിക്കുന്ന എല്ലാ പാപത്തെയും വിട്ട് ഈ ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടിയ സമയം ഇതാ വന്നിരിക്കുന്നു. And come to the seventh ഇതാ man. ഏഴാമത്തെ പുരുഷനിലേക്ക് നാം ഇതാ വന്നിരിക്കുന്നു. And the seventh man will change our lives completely. ഈ ഏഴാമത്തെ പുരുഷൻ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റുവാൻ അവൻ ശക്തനാകുന്നു. And I would like to say again ഈ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ. It's important for us to heed that voice of God that is coming to us in this present time with a great burden. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനത്തെ ഗൗരവത്തോടെ കേൾക്കേണ്ടിയും ഏറ്റെടുക്കേണ്ടിയും ആവശ്യകത ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. Yes, I would like to move on today. We will turn to the book of Revelation and chapter 3. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. Revelation chapter 3. വെളിപാട് പുസ്തകം 3-ാം അധ്യായം and verse 21. അതിന്റെ 21-ാം വാക്യം. വെളിപാട് 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. Revelation chapter 3 verse 21. To him that overcometh will I grant to sit with me in my throne, even as I also overcame and am set down with my Father in His throne. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. Now here is a very important word. ഇവിടെ വളരെ The Lord spoke to the church പ്രധാനപ്പെട്ട in ഒരു Laodicea. വാക്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. He said, to him that overcometh ജയിക്കുന്നവൻ will I grant to sit with me in my ഞാൻ throne. എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എന്നിട്ട് പറഞ്ഞു, even as I also overcame and am set down with my Father in His ഞാനും throne. ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. Verse 21, he says something very important in verse 20. 20-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, yes, and this is what he 20-ാം said. വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, He said here, behold, I stand at the door and knock. If any man hear my voice and open the door, I will come unto him and will sup with him and he with me. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ
ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. And then he said to him that ഇത് overcometh. പറഞ്ഞ ശേഷമാണ് പറയുന്നത്, ജയിക്കുന്നവൻ There's ഞാൻ something the Lord began to എന്നോട് speak to കൂടെ. my heart. ഈ ഭാഗത്ത് നിന്ന് ദൈവം എന്നോട് സംസാരിച്ച ഒരു In കാര്യമുണ്ട്. verse 20, 20-ാം വാക്യത്തിൽ the Lord is calling his church to a place where the church may sup with him. അവനോട് കൂടെ അത്താഴം കഴിക്കുന്ന ഒരു ഇടത്തേക്ക് യേശു ക്രിസ്തു അവന്റെ സഭയെ ക്ഷണിക്കുന്നതായിട്ട് He has 20-ാം വാക്യം. opened the door ദൈവം യേശു ക്രിസ്തു ആ വാതിൽ that I തുറന്നിരിക്കുന്നു. may come in, ഞാൻ ആ വാതിൽ തുറന്ന് that I may sup with ഞാൻ him. നിങ്ങളോട് കൂടെ അത്താഴം കഴിക്കുകയും, So here we find the Lord desiring the church that is blind and naked and poor and miserable to let him in, that the church may be brought into a different, a new realm. അന്ധതയും നഗ്നതയും അങ്ങനെ ഇരിക്കുന്ന ഈ സഭ, ദൈവത്തിന്റെ സഭയോട് ദൈവം സഭയോട് പറയുന്നത്, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം കൊണ്ടുവരികയും ഞാൻ നിങ്ങളോട് കൂടെ അത്താഴം കഴിക്കുകയും. He says here, I will come into him and will sup with ഈ him. ദരിദ്രത്തിൽ ആയിരിക്കുന്ന ഈ സഭയോട് പറയുന്നത്, നഗ്നമായിരിക്കുന്ന സഭയോട് പറയുന്നത്, അന്ധതയിലിരിക്കുന്ന സഭയോട് പറയുന്നത്, നിങ്ങൾ എന്നെ അനുവദിക്കുന്നു എങ്കിൽ സഭയോടുകൂടെ അത്താഴം കഴിപ്പാൻ അവൻ തയ്യാറാകുന്നു. ആ ഒരു അത്താഴത്തിലേക്ക് അവൻ ക്ഷണിക്കുന്നു. Then he says to him that overcometh. അതിജീവിക്കുന്നവൻ. So one thing that I was able to perceive and understand ഈ from ഭാഗത്തിൽ this, നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഇതാണ്, which really strengthened my spiritual എന്റെ man. ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്. The table is the way to the throne. മേശയിൽ കൂടെയാണ് സിംഹാസനത്തിലേക്കുള്ള വഴി. മേശയിൽ കൂടെയാണ് സിംഹാസനത്തിലേക്കുള്ള വഴി. മേശയിൽ കൂടെയാണ് സിംഹാസനത്തിലേക്കുള്ള വഴി. Here we see a church that is not what the Lord desired his church to be. സഭ ആയിരിക്കേണ്ട ഇടത്തല്ലായിരുന്നു എങ്കിൽ തന്നെയും ലവോദിക്കീയ സഭയുടെ അവസ്ഥ, സഭ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തിൽ അല്ലായിരുന്നു സഭ. ദൈവം ആഗ്രഹിച്ച ഇടത്ത് ഈ സഭ എഴുന്നേറ്റ് വരുവാൻ കഴിഞ്ഞിട്ടില്ല. And she was miserable. അവൾ ദാരിദ്ര്യത്തിലും, and she was naked. അവൾ നഗ്നയും, she was blind. അവൾ അന്ധതയിലും, she was wretched. അവൾ she couldn't realize അവളുടെ അവസ്ഥയെ അവൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു. And now the Lord is bringing his word to this church. ഈ സഭയ്ക്കാണ് ദൈവത്തിന്റെ അരുളപ്പാട് നൽകുകയും, he said, I would like to give thee something. ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ തരാൻ ഞാൻ ഇച്ഛിക്കുന്നു. I want to change your present condition. വർത്തമാന അവസ്ഥയെ എനിക്ക് മാറ്റുവാൻ ഞാൻ തയ്യാറാകുന്നു. that state that I want to change that state നിന്റെ that you are അന്ധതയും in. നിന്റെ നഗ്നതയുടെ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ ഇച്ഛിക്കുന്നു. then he says, യേശു പറയുന്നു, I knock. ഇതാ ഞാൻ ഇതാ വാതിൽ മുട്ടുന്നു. And sup with me. ഞാൻ നിങ്ങളോട് കൂടെ അത്താഴം കഴിപ്പാൻ. That will bring you to a place of an overcoming. ഞാൻ നിങ്ങളോട് കൂടെ അത്താഴം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിജീവിപ്പാനും നിങ്ങൾ എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാനും ഒരു വഴി തുറക്കും. That the table is the way to the throne. മേശ ആണ് സിംഹാസനത്തിലേക്കുള്ള വഴി. That's the way to an overcoming life. മേശയിൽ കൂടെയാണ് അതിജീവിപ്പാൻ നമുക്ക് കഴിയുന്നത്. The Lord has set before us a table. ദൈവം നമ്മുടെ മുൻപിൽ ഒരു മേശ ഒരുക്കിയിരിക്കുന്നു. And this is something the Holy Spirit began to speak to my ഈ heart. അത്താഴം കഴിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് ജയിപ്പാനും. From March, the middle of നമ്മൾ March, കഴിഞ്ഞ മാർച്ച് തൊട്ട് ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകി. കഴിഞ്ഞ പല മാസങ്ങളായി the Lord has been setting a table. ദൈവം നമ്മുടെ മുൻപാകെ ഒരു മേശ ഒരുക്കിക്കൊണ്ടിരുന്നു. മേശ ഒരുക്കിക്കൊണ്ടിരുന്നു. He has set a table that we may come into the throne. ഈ മേശ ദൈവം നമുക്ക് ഒരുക്കിയത് അതിജീവിച്ച് നമ്മൾ ആ into സിംഹാസനത്തിലേക്ക് an വരാൻ overcoming ആഗ്രഹിക്കുന്നത് കൊണ്ടാകുന്നു. Now I do not know how many of us would ഞാൻ understand what പറയുന്നത് I'm എത്ര saying. പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എനിക്ക് അറിയത്തില്ല. That was the intention of ദൈവത്തിന്റെ God ഉദ്ദേശം ഇതാകുന്നു. in calling us to sup with അവനോട് him കൂടെ അത്താഴം കഴിപ്പാനായി ദൈവം നമ്മളെ and having a ക്ഷണിച്ചതിന്റെ table കാരണം spread ഇതാകുന്നു. before us. ദൈവം നമ്മുടെ മുൻപാകെ ഇത്രയും വലിയൊരു മേശ The ഒരുക്കിയതിന്റെ Lord has ഉദ്ദേശം been ഇതാണ്. setting
a feast of the principles of the kingdom before his church. ദൈവരാജ്യത്തിന്റെ തത്വങ്ങളുടെ ഉപദേശങ്ങളുടെ ഒരു മേശ നമ്മുടെ മുൻപിൽ A table of fellowship with him. അവനോട് കൂടെയുള്ള ഒരു കൂട്ടായ്മയുടെ മേശ ദൈവം A നമുക്ക് table of things from his own അവന്റെ heart. ഹൃദയത്തിൽ നിന്നുള്ള കാര്യങ്ങളുടെ ഒരു മേശ നമ്മുടെ Teaching us മുൻപാകെ അവൻ how ഒരുക്കി. to overcome. എങ്ങനെ അതിജീവിപ്പാൻ കഴിയും എന്ന് ദൈവം നമ്മളെ Teaching us പഠിപ്പിക്കുകയും how we can come into that salvation which is ഈ progressive. പുരോഗമനായ രക്ഷയിലേക്ക് Yes. നമുക്ക് എങ്ങനെ കടന്നു വരാനുള്ള They are to bring ഉപദേശം us ദൈവം നമുക്ക് നൽകി. To a progressive ഈ salvation. പുരോഗമനായ രക്ഷയിൽ കൂടെ ദൈവം നമ്മളെ എങ്ങനെ This സിംഹാസനത്തിലേക്ക് table ഒരുക്കുവാൻ was meant to bring us into a realm of deliverance. ഈ മേശയിൽ കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലാണ് An ഉദ്ദേശിക്കുന്നത്. overcoming life അതിജീവിക്കുന്ന ഒരു in ജീവിതമാണ് the realm ഉദ്ദേശിക്കുന്നത്. of our soul. നമ്മുടെ പ്രാണന്റെ തലത്തിൽ ഒരു അതിജീവിക്കുന്ന ഒരു Now, I do അവസ്ഥയിലാണ്. not know what happened to പക്ഷെ us. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇത് അനുഭവിപ്പാൻ I കഴിയും. really do not know what has been happening with God's people. all ദൈവജനത്തിന്റെ across. ഉള്ളിൽ ദൈവജനത്തിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. You know, God in His പക്ഷെ mercy, ദൈവം അവന്റെ കരുണയാൽ He has been spreading a rich table before നമ്മുടെ us. മുൻപാകെ ഒരു ശ്രേഷ്ഠമുള്ള ഒരു സമൃദ്ധിയുള്ള ഒരു മേശ ഒരുക്കിക്കൊണ്ടിരുന്നു. You know, a feast of His principles. അവന്റെ ഉദ്ദേശങ്ങളുടെ ഒരു The- തത്വങ്ങളുടെ You know, ഒരു a feast ഒരു of ഉത്സവം. the principles of the kingdom of God. ദൈവരാജ്യത്തിന്റെ ഉപദേശങ്ങളുടെ ഒരു ഉത്സവം. You know, ഒരു a മേശ നമ്മുടെ table മുൻപിൽ. of fellowship with the Lord Himself, ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ മേശ നമുക്ക് വേണ്ടി അവൻ ഒരുക്കി. teaching us how to overcome. എങ്ങനെ അതിജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. And I really do not know what these series of Bible studies on every Wednesday, what has it done in your life and my നിങ്ങളുടെ life? ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ എപ്രകാരം ദൈവം ഇടപെട്ടു, എന്തൊക്കെ ദൈവം നിങ്ങളുടെ Was ജീവിതത്തിൽ it a ചെയ്തു real എന്ന് table? എനിക്കറിയുന്നില്ല. സത്യമായിട്ടും That ഇതൊരു could മേശയായിരുന്നു. nourish you? നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിഞ്ഞ ഒരു That മേശയായിരുന്നു. open your നിങ്ങളുടെ eyes, കണ്ണുകൾ തുറക്കപ്പെടുവാനായിട്ടുള്ള that സഹായിച്ചൊരു removed the മേശയായിരുന്നു. blindness from your life, നിങ്ങളുടെ ജീവിതത്തിലുള്ള പല അന്ധതയും നീക്കുവാൻ that തക്കവണ്ണമുള്ള removed your ഒരു wretched മേശയായിരുന്നു. condition that you were, നിങ്ങളായിരുന്ന ഒരു പരാജയ അവസ്ഥയിൽ നിന്ന് that ജയിപ്പാൻ miserable തക്കവണ്ണം ഈ condition വചനങ്ങൾ that you നിങ്ങളെ were. സഹായിച്ചുവോ എനിക്കറിയത്തില്ല. Did that remove your spiritual poverty and cause you to enrich from His presence? അവന്റെ സന്നിധിയിൽ ജയിച്ച് നിൽപ്പാൻ തക്കവണ്ണം ഈ വചനങ്ങൾ നിങ്ങളെ സഹായിച്ചോ? Were you able to see the Lord clothing you afresh? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അവന്റെ അലങ്കാര വസ്ത്രത്താൽ നിങ്ങളെ അലങ്കരിക്കുന്ന ഒരു അനുഭവം നിങ്ങൾ അനുഭവപ്പെട്ടോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. You know, one thing is very important, brothers and പ്രിയപ്പെട്ടവരെ, sisters. ഒരു കാര്യം വളരെ You know, our പ്രാധാന്യപ്പെട്ടതാണ്. coming, our going, our attending, all this can be turned into just a religious activity. നമ്മൾ വരുന്നു, പോകുന്നു, കേൾക്കുന്നു, ഇതെല്ലാം വെറും ഒരു പ്രക്രിയയും ഒരു ചടങ്ങായി You തീരുവാനുള്ള know, and that's സാധ്യതയുണ്ട്. one thing we need to really fear in our ആ lives. അങ്ങനെ ഒരു ചടങ്ങായി തീരാതെ വണ്ണം ഇരിക്കേണ്ടതിന് ഒരു ഭയത്തോടെ You know, may നമ്മളായിരിക്കണം. God deliver us ഒരു ചടങ്ങിൽ നിന്ന് ദൈവം and നമ്മളെ make രക്ഷിക്കട്ടെ. us honest men and women today in His presence. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമുള്ള ജനങ്ങളായി തീരുവാൻ ദൈവം You know, നമ്മളെ and I ഓരോരുത്തരെയും was സഹായിക്കും. really stirred in my എന്റെ heart ഹൃദയത്തെ ബലപ്പെടുത്തിയ ഒരു കാര്യം, as the Lord began to speak to me from these two ഈ രണ്ട് verses. ഭാഗങ്ങളിൽ നിന്ന് ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ വളരെ That the Lord ബലപ്പെടുവാൻ has a table, you know, to bring us to the throne. ദൈവത്തിന് ഒരു മേശയുണ്ട്. ആ മേശയിൽ കൂടെ ദൈവം That's നമ്മളെ where അവന്റെ we are nourished സിംഹാസനത്തിലേക്ക് and കൊണ്ടുവരും. strengthened and encouraged to live an overcoming life. ഈ മേശയിലാണ് നമ്മൾ ഭക്ഷിച്ചും പോഷിച്ചും നമ്മൾ ബലപ്പെട്ടും അതിജീവിപ്പാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയും അങ്ങനെ അവനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ കഴിയും. The അതിജീവിക്കുക, Greek word is nikao. അതിജീവിക്കുക എന്ന വാക്ക് നിക്കോൾ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. It means ആ വാക്കിന്റെ അർത്ഥം to subdue, കീഴടക്കുക. അതിജീവിക്കുക എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം conquer, കീഴടക്കുക, ജയിക്കുക, overcome, വിജയിക്കുക, prevail, നേടുക, get the victory. വിജയം നേടുക. Now this is the meaning of this Greek ഈ word. ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഇതൊക്കെയാണ്.
So one ജയിക്കുക. of those words is prevail. ജയിക്കുക എന്ന ആ വാക്കിന്റെ മറ്റൊരു അർത്ഥം You know, and I നേടുക. looked at the word prevail in the Webster's dictionary. വിജയിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വിജയിക്കുക. The Webster defines the word prevail like this: ജയിക്കുക ഇല്ലെങ്കിൽ വിജയിക്കുക, ആ വാക്ക് ഇച്ചിരിയുടെ വ്യക്തമായി to gain ascendancy through strength. To gain ascendancy through strength. Through strength. Yeah. To gain ascendancy ഉയർച്ച through നേടാൻ strength. വിജയിക്കുക. ശക്തിയിൽ കൂടെ ഉയർച്ച നേടുക. Or superiority. ശക്തിയിൽ കൂടെ ഉയർച്ച നേടുക. Or triumphant. വിജയം നേടുക. To be or become effective. ശ്രേഷ്ഠരായി തീരുക. You know how precious is that word overcome? ശക്തിയിലൂടെ ഉയരുക, Means prevail. ആ അതിജീവിക്കുക, You know, ജയിക്കുക to എന്നാൽ gain അർത്ഥം ascendancy through ശക്തിയിലൂടെ ഉയരുക. The Lord is providing a table for the church ദൈവം അവന്റെ സഭയ്ക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുന്നത് to gain ascendancy through the ആ strength മേശയിൽ that കൂടെ comes from the table ശക്തി that He is ലഭിച്ച setting before ഒരു us. ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന് ശക്തിയിലൂടെ ഉയർച്ച ലഭിക്കുക. Now it's a very precious thought. It is a very provoking thought. വളരെ നമ്മളെ He is providing പ്രകോപിക്കുന്ന the ഒരു church a ചിന്തയാണ്. table. ദൈവം അവന്റെ സഭയ്ക്ക് വേണ്ടി ഒരു മേശ Now the ഒരുക്കുന്നു. question that I want to ask all of us is that, has this table been a help to us all these weeks ഈ കഴിഞ്ഞ and months? നാളുകളിലൊക്കെയും ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ട് Has it given us an ascendancy through the strength that we have derived from this word? ഈ വചനത്തിൽ നിന്ന് നമുക്ക് ബലം ലഭിക്കാൻ കഴിഞ്ഞു? Or we heard, we appreciated, and sometimes we prayed and we forgot it all? ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു, അതിനെ അഭിനന്ദിച്ചു, പക്ഷേ അത് നമ്മൾ മറന്നുപോയവരായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് God help us. ശക്തി ലഭിച്ച് But I want to tell you, ഉയരുവാൻ കഴിഞ്ഞു. God's timings for His church, they are very important. ദൈവം അവന്റെ സഭയിൽ അവന്റെ God കാലത്തെ is bringing His തിരിച്ചറിഞ്ഞ് word. ആ കാലത്തിന് We heard ഒത്തോണമുള്ള some ഒരു very, വചനവും very precious and ദൈവം deep നമുക്ക് word നൽകുകയും from His അത് presence. വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. Now, as I shared a while back, ഞാൻ മുൻപ് you know, പറഞ്ഞതുപോലെ tens of thousands of people have experienced Passover and Pentecost in their ഇന്ന് lives. അനേകർ പെസഹ പെരുന്നാളും പെന്തിക്കോസ് പെരുന്നാളും അവർ അനുഭവിച്ചു. Yes. And there is much more for God's people which God wants to bring in and cause them to walk in. ഈ പെസഹയും പെന്തിക്കോസ് God wants to take them അനുഭവത്തിനേക്കാൾ on to ഉപരിയായും His highest. ഇല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു അനുഭവം And I want ാണ് to say again, ദൈവം in the അവന്റെ light of the things സഭയെ we heard in നയിപ്പാൻ the past several ആഗ്രഹിക്കുന്നത് weeks ഏറ്റവും and months, ശ്രേഷ്ഠവും ഉയർന്നുമായ ഒരു തലത്തിലേക്ക് അവന്റെ സഭയെ നയിപ്പാൻ അവൻ you know, this is not ദൃഢനിശ്ചയത്തോടെ a day to നിൽക്കുന്നു. confer with കഴിഞ്ഞ flesh and blood. മാസങ്ങളിൽ നമ്മൾ കേട്ട വചനം ഇതാകും. ജഡരക്തങ്ങളോട് നമ്മൾ Yes. പോരാടേണ്ട Now, ഒരു Galatians സമയമല്ല chapter ഇത് 1. പ്രിയമുള്ളവർ. And I would like to turn to chapter 1. Galatians chapter 1 ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം. and verse 16. Now ഗലാത്യർക്കെഴുതിയ it's ലേഖനം very 1-ാം important. അധ്യായം. God's word has, ഗലാത്യർ God has sent 1:16 that word to you and to me. God is causing us to hear His word. And God wants us to be prepared or equipped and ദൈവം ഈ വചനം strengthened കേൾപ്പാൻ to നമ്മെ ascend സഹായിക്കുന്നത് into that height and come into the throne. ദൈവം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നത്
നമ്മൾ So please listen ഉയർന്ന് carefully. ആ ശക്തി പ്രാപിച്ച് I will read ഉയർന്ന് verse 16. അവന്റെ Galatians സിംഹാസനത്തോളം 1 verse നമ്മൾ 16. എത്തണം എന്ന ഉദ്ദേശത്തോടെയാകുന്നു. To reveal his son in me, that I ഗലാത്യർ might ഒന്നാം preach അധ്യായം him അതിന്റെ among the 16 heathen. Immediately I conferred not with ഒന്നിന്റെ flesh and 16. blood. जब इच्छा हुई कि मुझ में अपने पुत्र को प्रकट करे कि मैं अन्य जातियों में उसका सुसमाचार सुनाऊं, तो मैं തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ Yes. ഇടയിൽ I would like to read അറിയിക്കേണ്ടതിന് from അവനെ എന്നിൽ J.B. വെളിപ്പെടുത്തുവാൻ Phillips' പ്രസാദിച്ചപ്പോൾ translation. ഞാൻ മാംസ രക്തങ്ങളോട് ആലോചിക്കുകയോ ഞാൻ മറ്റൊരു തർജ്ജമയിൽ നിന്നും ഞാൻ വായിക്കട്ടെ. ഞാൻ ജഡരക്തങ്ങളോട് ആലോചിച്ചില്ല. Just a moment. Yeah. I did not, as might have been expected, talk over the matter with any human being. इस मुद्दे को लेके मैंने किसी भी इंसान से कोई सलाह नहीं ली. Yes. You know, so one thing ഞാൻ what Paul ഒരു very clearly writes here is മനുഷ്യന്റെയും that ഉപദേശം when it pleased God to തേടാൻ reveal his son in നിന്നില്ല. me, ഞാൻ ഒരു മനുഷ്യന്റെ ഉപദേശം തേടാൻ നിന്നില്ല. स्पष्ट कर दी कि जब परमेश्वर की इच्छा हुई कि उसके पुत्र को उसके ऊपर प्रकट करे, to reveal his son within me ക്രിസ്തുവിനെ so that I വെളിപ്പെടുത്തുവാൻ might പിതാവ് proclaim him ഇച്ഛിച്ചപ്പോൾ, to the non-Jewish ദൈവം world, I did പിതാവ് not. പ്രസാദിച്ചപ്പോൾ I did not, as might have been expected, talk over the matter with ഞാൻ any human being. ജാതികളോട് ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടതിന് जब परमेश्वर की इच्छा हुई कि प्रेरित के ഞാൻ ജഡരക്തങ്ങളോടല്ല ഞാൻ വ്യവഹരിച്ചത്, ആലോചിച്ചത്. ഞാൻ ഒരു മനുഷ്യനോടും അവൻ ആലോചന ചോദിച്ചില്ല. You know, so he did not confer with, discuss with flesh and blood. ഞാൻ ഒരു മനുഷ്യന്റെ ഉപദേശത്തെ ഞാൻ തേടിയില്ല. और ना ही उससे कोई चर्चाएं करी. You know, it's very important when ജഡരക്തങ്ങളോട് the ഞാൻ Holy വ്യവഹരിച്ചില്ല. Spirit is ministering to us that we do not confer with the natural mind. जब हमें परमेश्वर का आत्मा किसी बात को प्रकट करता है, तो हम किसी व्यक्ति से നമ്മുടെ സ്വാഭാവിക മനുഷ്യനോടല്ല നമ്മൾ You know, ചർച്ച God does ചെയ്യേണ്ടത്. not ഈ need the പിതാവ് empty നമുക്ക് logic വെളിപ്പെടുത്തുമ്പോൾ, of പുത്രനെ man's reason. വെളിപ്പെടുത്തുമ്പോൾ ജഡരക്തങ്ങളോട് ചർച്ച ചെയ്തിട്ട് അല്ല, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സോട് चीज के साथ विचारों के साथ सलाह You know, മനുഷ്യന്റെ and I know വ്യർത്ഥ that how ചിന്തകൾ often കൊണ്ട് even in our ദൈവരാജ്യത്തിന് own ഒരു lives, പ്രയോജനവും ഇല്ല. God's word comes and we are convicted within. और परमेश्वर का वचन आता है और हम कायल എനിക്കറിയാം But then നമ്മുടെയും this ജീവിതത്തിൽ empty പലപ്പോഴും logic of man's ദൈവവചനം human നമ്മളോട് mind ഇടപെടുകയും interfering നമ്മളെ with സ്പർശിക്കുകയും those ചെയ്യുമ്പോൾ convictions in our own lives. खोखले जो तर्क वो वितर्क जो हमारे सोच के होते हैं, वो इन सारी चीजों के ऊपर പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ Yes. പ്രേരിപ്പിച്ച കാര്യങ്ങളെ അനുസരിപ്പാൻ You know, നമ്മൾ തുടങ്ങുമ്പോൾ hindering this precious നമ്മളെ work of the Holy Spirit നമ്മുടെ of മനസ്സും bringing നമ്മുടെ us into the ചിന്തകളും fullness of His അതിനെ Son. എതിർക്കുകയും ആ വ്യർത്ഥ ചിന്തകൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയും തടഞ്ഞു We heard very നിർത്തുകയും clearly അത് നമ്മളെ this മുന്നോട്ട് carnal പോകുവാൻ mind നമ്മുടെ is മനസ്സ് അനുവദിക്കാത്ത പലപ്പോഴും നമ്മൾ against അനുഭവിച്ചിട്ടില്ലേ? God. നമ്മൾ ഒരു കാര്യം വ്യക്തമായി കേട്ടത്, सोच परमेश्वर के विरोधी है या बैरी है, Is an enemy of God. और ये प्रभु ജഡിക മനസ്സ്, It's ജഡിക against ചിന്താഗതി ദൈവത്തോട് And how important it is വിരോധമായിരിക്കുന്നു. that അത് ദൈവത്തിന്റെ This ശത്രുവാകും. empty logic ദൈവത്തിന് of വിരോധമായി man's നിൽക്കുന്നു. reason is set aside and never allowed to, you know, to come in and neutralize the word of God that has come to us by the Holy Spirit. जो खोखले तर्क और जो सोच और विचार इन सारी चीजों को दरकिनार कर दें, क्यों Yes. എത്ര ആവശ്യമുള്ള ഒരു കാര്യമാണ്. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജഡീകമായ to മനസ്സിനെ encourage you മാറ്റിവെക്കാനും ജഡീകമായ വ്യർത്ഥ ചിന്തകളെ You know, we അതിനെ need to take a മാറ്റിവെച്ച് strong stand അതിനിടം against കൊടുക്കാതെ this പരിശുദ്ധാത്മാവിന്റെ natural mind in us. ഭാരത്തെ നമ്മൾ അവന്റെ മനസ്സുകൊണ്ട് विरोध में खड़े हों, That empty logic ഈ of ജഡീക human mind and ചിന്തയ്ക്കെതിരായി reason. നമ്മൾ ഒരു ദൃഢനിശ്ചയത്തോടെ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. इंसान की या शारीरिक सोचें
എന്റെ വ്യർത്ഥ ചിന്തകൾക്ക് That ഞാൻ stands up ഇടം against that കൊടുക്കുകയില്ല word എന്ന that has ഒരു come into us ദൃഢനിശ്ചയം, and the ഒരു ഉറച്ച convictions the Holy Spirit has wrought within നിലപാട് us. നാം എടുക്കണം. ईश्वर की आत्मा के द्वारा वचन के द्वारा हमारे अंदर आए और कायरता लेके आए, उनके ये विरोध में खड़े होते हैं ये। എന്റെ I want to ജീവിതത്തിലേക്ക് encourage you ദൈവാത്മാവ് നൽകിയ വചനം ഞാൻ let's സ്വീകരിക്കുകയും stand up against എന്റെ that മനസ്സിനെ natural ഞാൻ ഇടം കൊടുക്കുകയില്ല, എന്റെ human ചിന്തകൾക്ക് ഞാൻ mind and ഇടം reason which is കൊടുക്കുകയില്ല എന്ന ഒരു empty, ഉറച്ച which തീരുമാനം can do നമുക്ക് ആവശ്യം. nothing in reality to help us towards that overcoming life. तो इंसान के जो खोखले, जो तर्क वितर्क और उसकी जो सोच है, वो किसी ആ സ്വാഭാവിക മനുഷ്യന് ഇടം കൊടുക്കാതെ, ആ സ്വാഭാവിക മനുഷ്യന് ഒരിക്കലും നമ്മളെ have to be സഹായിക്കാൻ very careful. കഴിയില്ല. ആ സ്വാഭാവിക മനുഷ്യൻ We നമുക്ക് may be ഇടർച്ചയാണ് വരുത്തുന്നത് spiritual people, എന്ന് അതുകൊണ്ട് അതിനെ മാറ്റി but all the time വെക്കാനായി our നമുക്കൊരു reasonings are not നിലവാരം born of the ഇല്ലെങ്കിൽ Spirit. ഒരു ഉറച്ച തീരുമാനമെടുക്കണം. എല്ലാ ആത്മീയമായി नहीं नहीं നമ്മൾ ആത്മീയരെന്ന് നടിക്കുന്നുവെങ്കിലും നമ്മുടെ എല്ലാ ചിന്തകളും ആത്മാവിൽ നിന്നല്ല many a time ഉളവായിട്ടുള്ളത്. we do not reason by the Spirit but our logical, our mind. നമ്മൾ ആത്മീയരെന്ന് പറയുമ്പോൾ തന്നെയും നമ്മുടെ ചിന്തകൾ പലപ്പോഴും ജഡീകമായ ചിന്തകളാണ്. നമ്മുടെ Yes. ആത്മാവിലല്ല So we have to be നമ്മുടെ very, ചിന്തകൾ very careful. ഭരിക്കപ്പെടുന്നത്. So the Lord is building His church, അതുകൊണ്ടാണ് നമ്മൾ വളരെ and God wants സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടത്. to take His church onward and ദൈവം അവന്റെ upward സഭയെ into പണിയുന്നു. all that He has for His church. जो उस कलीसिया के लिए है, उसमें परमेश्वर उसे ऊंचाइयों पे ले जा रहा है। Yes. The people that ദൈവം He അവന്റെ is സഭയ്ക്ക് designing to be നിശ്ചയിച്ചിരിക്കുന്ന a കാര്യങ്ങളിലേക്ക് habitation of അവൻ God, ഉയർത്തുവാനും മുന്നേറ്റുവാനും അവൻ ആഗ്രഹിക്കുന്നു. कि वो उसके ദൈവം the അവന്റെ people സഭയെ that He is അവന്റെ designing വാസസ്ഥലമായി to ഒരുക്കുമ്പോൾ be a habitation of God. कि उसके वो निवास स्थान हो, Yes. जो चुने हुए लोग हैं। The people that He is designing to be a habitation അവന്റെ of God, വാസസ്ഥലമായി ഒരുക്കുന്ന അവന്റെ ജനം निर्मित करता है, कर रहा है कि जो उसके राज्य के उसके 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 निवास स्थान हो। yeah. The people that He is designing to be a habitation of God through the Spirit, परमेश्वर की आत्मा के द्वारा उन्हें वो निर्मित कर रहा है ताकि वे लोग उसके निवास स्थान हो। yeah, not yet fully done. I'm trying to break that sentence into 2 or 3 so that you are able to translate. Let me just say it once, then we can translate later. The people that God is designing to be a habitation for Him through the Spirit are those who are resting on the solid foundation of His Word. The people that He is designing to be a അവന്റെ habitation of God through വാസസ്ഥലമായി the Spirit ഒരുക്കുന്ന അവന്റെ ജനം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവർ ആകുന്നു. निर्मित कर रहा है designing उसके उसके designing निवास स्थान हो। designing to be habitation. ദൈവാത്മാവിനാൽ അവന്റെ വാസസ്ഥലമായി ഒരുക്കുന്ന ജനം അവർ ദൈവവചനത്തിൽ അടിസ്ഥാനം ഉള്ളവർ ആകുന്നു. They are those resting on the solid foundation of His word. जिनका आधार जो है उसकी बुनियाद है, दृढ़ बुनियाद है जिनकी। ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ജനമാണിവർ. Okay. Now turn with me to the book of Ephesians, इफिसियों की पत्री chapter 2. That scripture എഫേസ്യർക്ക് makes it ഇത് very ലേഖനം. clear to us. और वो स्पष्ट कर देगा हमें। ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ And are ആണ് built ഈ upon ജനം verse 20 നിൽക്കുന്നത്. and 21, അവന്റെ 22. വാസസ്ഥലമായി And are നാം built upon the തീരണം. foundation നമ്മുടെ of the അടിസ്ഥാനം apostles and ദൈവവചനമായിരിക്കും. prophets, Jesus Christ Himself being the chief എഫേസ്യർക്ക് ഇത് ലേഖനം 3-ാം cornerstone, അധ്യായം 20-ഉം in whom all 21-ഉം. the building fitly framed together groweth unto an holy temple in the Lord, in whom ye are also builded together എഫേസ്യർ for an 2-ന്റെ habitation of 20-ഉം. God through the Spirit. Hallelujah. और प्रेरितों और भविष्यवक्ताओं की नींव पर जिसके कोने का पत्थर मसीह स्वयं ही है, बनाए गए हो, जिसमें सारी रचना
ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളുടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം You മുഴുവൻ know, യുക്തമായി it's very ചേർന്ന് important. Listen കർത്താവിൽ carefully. I'm going very slow മന്ദിരമായി today so വളരുന്നു. that അവനിൽ all നിങ്ങളിൽ the ദൈവത്തിന്റെ complaints will come to നിവാസമാകേണ്ടതിന് an end. ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. all right. Now we read here very clearly verse 22. और 22 आयत में होते स्पष्ट होता In whom ye also are builded together for an habitation of God through the 22-ാം Spirit. വാക്യത്തിൽ വ്യക്തമായി കാണുന്നത് है। आत्मा के द्वारा परमेश्वर का निवास स्थान होने के लिए हर एक साथ അവനിൽ നിങ്ങളെയും You know, so, ദൈവത്തിന്റെ you know, it speaks about the നിവാസമാകേണ്ടതിന് Are ആത്മാവിൽ builded ഒന്നിച്ച് both പണിതു individually വരുന്നു. and collectively. व्यक्तिगत रूप से और सामूहिक So I would like to come back to that statement I made. और जो इस वाक्य बोला था फिर से वहां നിങ്ങൾ വ്യക്തിപരമായും the people that സംഘടിതമായും he is അവൻ designed to be നമ്മളെ പണിയുന്നു. a habitation ഞാൻ of God. ആരംഭത്തിൽ പറഞ്ഞ വാക്ക് लोग जिनके द्वारा वो उसका अपना निवास स्थान बना रहा है Through the Spirit, परमेश्वर की അവന്റെ ജനമായി അവന്റെ Where വാസസ്ഥലമായി each one- തെരഞ്ഞെടുക്കപ്പെട്ട അവന്റെ ജനം Each അവൻ one, ഒരുക്കുന്ന ജനം is ആത്മാവിൽ അവരെ resting on the ഒരുക്കുകയും solid foundation of His അവിടെ Word. ആ ഒരുക്കത്തിൽ കൂടെ ഓരോരുത്തരും दृढ़ नेक पे वो बने हुए हैं। You know, and that foundation is written, what is ദൈവവചനത്തിന്റെ the foundation here? അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാകുന്നു. ഓരോ ജീവിതവും foundation of the ദൈവവചനത്തിന്റെ apostles. അടിസ്ഥാനത്തിൽ നിൽക്കുന്നു. And the ആ prophets, അടിസ്ഥാനത്തെ കുറിച്ച് നമുക്ക് what അവിടെ they have കാണാൻ കഴിയും. spoken, और जो उन्होंने कहा and Jesus Christ അപ്പോസ്തലന്മാരുടെയും Himself the cornerstone, പ്രവാചകന്മാരുടെയും അവർ and in സംസാരിച്ച whom the whole building is വാക്കുകളും fitly framed together. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലാകുകയും In whom ye are also builded together for an habitation ആ of God through ക്രിസ്തുവിൽ the Spirit. സകലതും യുക്തമായി ചേർന്നിരിക്കുന്നു. Now the people that He has designed to be a അങ്ങനെ നമ്മൾ habitation. ആത്മാവിനാൽ അവനായി ഒരു വാസസ്ഥലമായി തീരുന്നു. This is His design. और ये उसकी യേശുക്രിസ്തുവിന്റെ വാസസ്ഥലമായി ദൈവത്തിന്റെ വാസസ്ഥലമായി ഒരുക്കപ്പെടുന്ന ആ ജനം You know, this is the solid foundation. അവൻ And ഒരുക്കുന്നത് each one has to be resting on the അപ്പോസ്തലന്മാരോടും solid foundation പ്രവാചകന്മാരോടും of God's കൂടെ word. ആ അടിസ്ഥാനത്തോട് കൂടെയാണ് ഈ ജനത്തെ So I would like to ഒരുക്കുന്നത്. say this again to all of us. ദൈവവചനത്തിന്റെ need for us to നിശ്ചിത take God's അടിസ്ഥാനത്തിൽ word ആണ് into our ദൈവം ഈ lives ജനത്തെ and ഒരുക്കുന്നത്. live by that പ്രിയമുള്ളവരെ. word. That is the way God has designed His house. और परमेश्वर का वचन जो है हर एक व्यक्ति ले और उसके अनुसार जीवन जिए ताकि वो उसके ദൈവവചനത്തെ You know, the ശ്രദ്ധിച്ച് habitation of കേൾക്കുകയും God, ആ വചനത്തെ അനുസരിക്കുകയും designed it in a ചെയ്യുമ്പോൾ particular ആകുന്നു way. നമുക്ക് അവന്റെ ഭവനമായി And so you are built രൂപകൽപ്പനപ്പെടുവാൻ കഴിയുള്ളൂ. बनाए जाए Oh, may God help ദൈവം us. അവന്റെ ഭവനത്തെ കുറിച്ച് ഒരു So we രീതിയിൽ need to രചിച്ചിരിക്കുന്നു. rest on the solid foundation ആ of His word ഭവനത്തിൽ in നമ്മൾ our lives. ഒരുമിച്ച് പണിയപ്പെടണമെങ്കിൽ Every one of us. ദൈവത്തിന്റെ You know, so വചനത്തിൽ it's not നമ്മൾ enough ഉറച്ചു that we നിൽക്കുമെങ്കിൽ say the മാത്രമേ word was very അവന്റെ precious. ഭവനമായി I തീരുവാൻ was കഴിയുള്ളൂ. blessed. നാം God ഓരോരുത്തരും encouraged me. But we need to see that this word is becoming, God is providing a table that may bring us into the throne, into that overcoming realm in our lives. यही काफी नहीं होगा कि हम वचन जो सुनते हैं उसकी प्रशंसा करें और उत्साहित हों बल्कि जरूरी है कि ये वचन हमारे കേട്ട വചനം നല്ലതായിരുന്നു, അത് എന്നെ ബലപ്പെടുത്തി, ഞാൻ അത് പ്രോത്സാഹപ്പെട്ടു എന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നീങ്ങി ഈ വചനത്തിൽ നമ്മൾ ഉറച്ച് നിൽക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അവന്റെ ഭവനമായി യുക്തമായി പണിയപ്പെടാൻ കഴിയുള്ളൂ. और जो जयवंत जीवन के लिए यही एक मेज മേശയിൽ To കൂടെ gain മാത്രമേ ascendancy through the നമുക്ക് strength we നമുക്ക് receive from the സിംഹാസനത്തിലേക്ക് table, വരികാൻ from the കഴിയുള്ളൂ. word മേശയിൽ that God is കൂടെയാണ് providing His ജയിപ്പാൻ church in this present കഴിയുള്ളൂ. time. और इस वर्तमान समय में जो उसने मेज Hallelujah. उस मेज पे जो उसके वचन है वो हमें पोषित करे ताकि हम इसमें अपनी इस മേശയിൽ കൂടെയാണ് ശക്തി What's the ശക്തി reality ലഭിക്കുകയും in our നമുക്കൊരു ഉയർച്ചയും May God ഒരു help us. വിജയവും Holy Spirit വിജയകരമായ is given to ജീവിതത്തിലേക്ക് നമുക്ക് Who is a very കഴിയുള്ളൂ. good judge over us. ദൈവം നമ്മെ സഹായിക്കട്ടെ. He will convict us. പരിശുദ്ധാത്മാവിനെ He will ദൈവം show നമുക്ക് us. നൽകിയത്. But അവൻ we should let Him. സകലത്തെയും വ്യക്തമായി But ന്യായം if we വിധിപ്പാൻ അവൻ silence Him അവൻ by our ശക്തനാകുന്നു. natural അവൻ reason നീതിയുള്ള and ന്യായവാദിയാകും. logic, then പക്ഷേ അവൻ നമ്മുടെ അവസ്ഥയെ വെളിപ്പെടുത്തുവാനായി നമ്മൾ അനുവദിക്കണം.
that which God is providing for പക്ഷേ ഈ us. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ നമ്മുടെ ബുദ്ധിയുടെ നമ്മുടെ വ്യർത്ഥ ചിന്തകളാൽ നമ്മൾ അവനെ നിശബ്ദനാക്കിയെങ്കിൽ അവൻ നമ്മളോട് അവന്റെ ശബ്ദത്തെ നമുക്ക് കേൾപ്പാൻ കഴിയുകയില്ല. നമ്മുടെ വ്യർത്ഥ ചിന്തകൾ അവന്റെ ശബ്ദത്തെ That must be part നിശബ്ദമാക്കും. of the believer's frame of mind. ദൈവരാജ്യത്തിന്റെ ചില അടിസ്ഥാനകരമായ തത്വങ്ങളുണ്ട്. ഒരു വിശ്വാസിയുടെ ചിന്താ മണ്ഡലത്തിൽ Of the believer's frame of mind. പ്രാഥമികമായ ചില ചിന്തകൾ ആവശ്യമാണ്. Yeah. Yes. Those basic principles ഒരു of the ഒരു kingdom of ആത്മീയന്റെ God ചിന്ത രീതികളിൽ ചില must be ചിന്തകൾ part of the വളരെ believer's പ്രാഥമികമാണ്. thinking ആ or frame of പ്രാഥമികമായ ചിന്തകൾ എന്താണ് എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. उनकी सोच का ये अंग हो जाए। You know, as we heard in our previous ദൈവരാജ്യത്തിന്റെ meditation, ചിന്തകൾ ഒരു വിശ്വാസിയുടെ ചിന്തയിൽ we must ചിന്തയാൽ learn to ഭരിക്കപ്പെടണം. think like God. We heard that. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതുപോലെ परमेश्वर के समान सोचना We have to leave our നമ്മൾ കേട്ടു, ഒരു thinking, പ്രാവശ്യം കേട്ടു, the ദൈവം carnal way of ചിന്തിക്കുന്നത് thinking. പോലെ ചിന്തിക്കേണ്ട ആവശ്യം. So we must learn. We heard several weeks on this. ജഡികമായ ചിന്തയും ചിന്താ You know how രീതികളെയും negative നീക്കിവെച്ച് our thinking is. പല ആഴ്ചകളിൽ നമ്മൾ ഇത് ധ്യാനിപ്പാൻ How ദൈവം ഇടവരുത്തി. far we are from the thoughts of God. നമ്മുടെ ചിന്തകൾ And, എത്ര നെഗറ്റീവ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. You know, we miss out that discerning by the word and by the spirit. और जो वचन और परमेश्वर की आत्मा के द्वारा जो कुछ हमें दिया जा रहा कई बार ദൈവവചനത്തിന്റെ ഇല്ലെങ്കിൽ So, I would like to തിരിച്ചറിയുവാൻ once കഴിയാതെ again remind us ദൈവത്തിന്റെ ഭാരത്തെ certain തിരിച്ചറിയാൻ basic കഴിയാതെ principles നമ്മുടെ of the മനസ്സിന്റെ kingdom of God നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളെ തെറ്റിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. must be the part of the believer's thinking. ദൈവരാജ്യത്തിന്റെ ചില അടിസ്ഥാനകരമായ ചിന്തകളെ ഞാൻ ഒന്ന് You know, in our daily life, प्रतिदिन के जीवन का ഈ അടിസ്ഥാനകരമായ Our thinking കാര്യങ്ങൾ pattern must തത്വങ്ങൾ change. നമ്മുടെ ചിന്തയുടെ ഒരു ഭാഗമാകണം. നമ്മുടെ We heard that ദൈനംദിന so much. ജീവിതത്തിൽ ഒരു ചിന്തയുടെ I know ഭാഗമാകണം. how much I need to remind നമ്മുടെ myself ചിന്തയുടെ രീതികൾ മാറണം. that no, നമ്മൾ I should not അത്ര think on these ആവശ്യമാണ്. things. मुझे इस पे विचार I should ദിനം not പ്രതി talk ഇത് about നമ്മളെ these തന്നെ things. നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. You know, waste my day കർത്താവ്, ഞാൻ thinking ഇങ്ങനത്തെ on those കാര്യങ്ങൾ things ചിന്തിക്കാൻ again. പാടില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ We സംസാരിക്കാൻ must പാടില്ല. learn to think like God thinks. കർത്താവ്, വ്യർത്ഥമായ ചിന്തകൾ His ചിന്തിച്ച് എന്റെ thoughts, ദിവസം ഞാൻ His ചെലവഴിപ്പാൻ purpose for His പാടില്ല. church. കർത്താവ്, His നിന്റെ purpose ചിന്തയാൽ for my നീ life ചിന്തിക്കുന്നത് as പോലെ part of that ചിന്തിപ്പാൻ church. എന്നെ സഹായിക്കണമേ. നിന്റെ ഉദ്ദേശങ്ങളെ ചിന്തിപ്പാൻ, His നിന്റെ desire ആവശ്യങ്ങളെ to bring ചിന്തിപ്പാൻ, me from blindness to a place of ആ beholding. സഭയുടെ നിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ചിന്തിപ്പാൻ, हमारे अंधेपन से हमें जो देखने Bring me out of my കർത്താവെ, nakedness to a place of അന്ധതയിൽ being നിന്ന് ഒരു clothed by Him. കാഴ്ചയിലേക്ക് കൊണ്ടുവരാനുള്ള നിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ചിന്തിപ്പാൻ, Bringing me out of that wretched condition to that place നീ എങ്ങനെ of എന്നെ എന്റെ being like നഗ്നതയിൽ Him. നിന്ന് എന്നെ വസ്ത്രം ധരിക്കുന്ന ഒരു You know, I see God's thoughts about me. കർത്താവെ, അങ്ങനെയുള്ള where are my സ്ഥാനത്തേക്ക് നീ thoughts? കൊണ്ടുവരുന്ന ചിന്തകളാൽ നിറയ്ക്കണമേ. That's കർത്താവെ, where എന്നെ the കുറിച്ചുള്ള great നിന്റെ struggle ആലോചന we find in എന്താകുന്നു our lives. എന്ന് ചിന്തിപ്പാൻ. And God wants us to change, my brothers and sisters. God wants പക്ഷെ us to ഇവിടെയാണ് change. നമ്മൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം So be അനുഭവിക്കുന്നത്. renewed by, എന്റെ പ്രിയമുള്ളവരെ, you know, ദൈവത്തിന് നമ്മുടെ ചിന്തയിലെ be ഒരു changed മാറ്റം be ആഗ്രഹിക്കുന്നു. transformed by the അതിനായി അവൻ renewing of our minds. അവൻ Be തയ്യാറുള്ളവനാകുന്നു. Yeah. के नवीनीकरण के द्वारा हमारे अंदर एक परिवर्तन आ जाए। So we must begin to rule മനസ്സ് പുതുക്കി with Christ രൂപാന്തരപ്പെടാൻ in അവൻ this അവൻ life വാഞ്ചിക്കുന്നു. now. ഈ ഒരു പ്രക്രിയ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. उस जीवन की जयवंतता में आ जाए। No, no. We must ഇപ്പോൾ begin to rule അവന്റെ ചിന്തയാൽ with Christ in ഭരിക്കപ്പെടേണ്ടവരാകുന്നു rule നാം. over. इस जिंदगी के ऊपर जो मसीह ने हमें दी, इस जिंदगी में നാം അവനോടുകൂടെ വാഴേണ്ടിയവർ जिंदगी के ऊपर വരാനുള്ള കാലത്തല്ല, ഇപ്പോഴാകുന്നു അവനോടുകൂടെ നമ്മൾ we വാഴേണ്ടിയത്. must begin to rule with Christ in this life. परमेश्वर के साथ अभी हमको शासन करना ക്രിസ്തുവിനോടുകൂടെ വാഴേണ്ടിയ സമയം ഇപ്പോഴാണ്. के साथ जिंदगी के ऊपर अभी नहीं नहीं अभी जिंदगी आप लेके आए इस जिंदगी में प्रभु के साथ शासन करना है
वही है ना, वो तो अलग मीनिंग हो गया. Yes. So it's very important. ये महत्वपूर्ण है We must begin to rule with Christ in this life. मसीह के साथ इस जिंदगी में വളരെ ആവശ്യമുള്ള ഒരു കാര്യം. करना है. ക്രിസ്തുവിനോട് കൂടെ किसका किसका വാഴേണ്ട ऊपर करना സമയം है, that ഇപ്പോഴാണ്. God will help us. നാം सहायता करें किस किस चीजों पे हमें करना Yes. ഭാവി കാലത്തല്ല, So in this life, है। इस जिंदगी में we have to ഭാവി begin to കാലത്തല്ല rule with നമ്മൾ Christ. അവനോടുകൂടെ വാഴാൻ ആരംഭിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ വാഴേണ്ട സമയം ഇപ്പോഴാണ്. ഇവിടെയാണ് our നമ്മൾ ഒരു daily life. ശാസന ലഭിക്കേണ്ടത്. Situations हर एक परिस्थिति के ऊपर in this world that we live in, जिस എന്റെ ദൈനംദിന we ജീവിതത്തിൽ must begin to rule എന്റെ over ദൈനംദിന those things സാഹചര്യങ്ങളിൽ with Christ now. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ उन सारी चीजों के ऊपर हमें Now it may sound like a very high thinking, ക്രിസ്തുവിനോടുകൂടെ ആ സാഹചര്യത്തിന്റെ മേൽ Which is ഇപ്പോൾ നമ്മൾ impossible. വാഴണം. और ऐसा लगेगा कि ये आसान Now that is what the carnal ഞാൻ mind would say പറയുമ്പോൾ to ഇത് us. വളരെ ഉയർന്ന ചിന്ത The carnal എത്തുവാൻ mind always കഴിയാത്ത brings in ഒരു a but. ചിന്തയായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. हमारी सारी सोच പക്ഷെ അതാണ് നമ്മുടെ മനസ്സ് നമ്മളോട് Yes, that പറയുന്നത്. kindu bindu ജഡീക ni മനസ്സ് karna നമ്മളോട് പറയുന്നത് ഇങ്ങനെ കഴിയുകയില്ല, ഇതെങ്ങനെ സംഭവിക്കും. That is where the carnal mind many a time പക്ഷേ would come ഈ in. പക്ഷേ എന്ന ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ we നിന്ന് must നമ്മൾ begin മാറ്റണം. to ഈ പക്ഷേ prevail. വരാനുള്ള കാരണം ജഡീക മനസ്സ് നമ്മുടെ ഉള്ളിൽ Let me put another വരികയും word. ചില ചിന്തകൾ That may be far കൊണ്ടുവരുമ്പോഴാണ് ഈ easier to പക്ഷേ accept. The നമ്മുടെ carnal mind ഉള്ളിൽ may വരുന്നത്. accept that word. But the root ദൈവം word is ചെയ്യും difficult. പക്ഷേ. राज्य करना एक बड़ा कठिन शब्द है But we must begin to prevail and overcome with അവനോടുകൂടെ Christ വാഴണം. now. എനിക്ക് ഈ സാഹചര്യത്തിൽ അവനോടുകൂടെ വാഴണം. जिंदगी के ऊपर हमें പക്ഷേ എന്ന വാക്ക് മാറ്റി എനിക്ക് അവനോടുകൂടെ വാഴണം ഈ ജിന്ദഗി എന്ന में अब ഒരു इस ചിന്തയിലേക്ക് वक्त നാം we വരണം. have to prevail over everything. और हर एक चीज में हर एक चीज के ऊपर इस जिंदगी में मसीह के साथ Correct. प्रबल हो जाना है अभी आ गए सर. ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് എന്റെ ജീവിതത്തിൽ Very ഞാൻ important. നേരിടുന്ന സകല സാഹചര്യത്തെയും so ഞാൻ we see that there is a അതിജീവിക്കണം. present ഞാൻ reality of the king. ഉയരണം, ഞാൻ പ്രബലനായി തീരണം. परमेश्वर के राज की वर्तमान सच्चाई है We are living with that ഇതൊരു attitude വർത്തമാന of the യാഥാർത്ഥ്യമാണ്. Christian culture. ദൈവരാജ്യത്തിന്റെ വർത്തമാന യാഥാർത്ഥ്യം ഇതാണ്. We cannot only in heaven. That has robbed people of an overcoming life. और मसीह जगत की जो संस्कृति है जो ये कहता है कि ये नहीं हो सकता इस प्रकार की चीजों ने എനിക്ക് കഴിയുകയില്ല സ്വർഗത്തിൽ പോയെങ്കിൽ മാത്രമേ ഇങ്ങനെ ജീവിപ്പാൻ കഴിയുകയുള്ളൂ എന്ന ജഡീക ചിന്തയാണ് നമ്മെ പരാജയത്തിൽ Now, തുടരുവാൻ let me ഇടവരുത്തുന്നത്. just bring you to one scripture एक वचन में लेके आना चाहिए which may really help us. वो हमारी सहायता करेगा Turn with me to 1 Corinthians. ഞാനൊരു വേദഭാഗത്തിലേക്ക് കൊണ്ടുവരും. 1 Corinthians അത് chapter നമ്മളെ 6. സഹായിക്കും. और अध्याय 6 Yes. 1 കൊരിന്ത്യർ 6-ാം അധ്യായം And verse 2. Now we are familiar with the scripture portions. और ये दूसरी आयत जो कि जिससे हम परिचित हैं Do ye not know that the saints shall judge the world? 1 And കൊരിന്ത്യർ if the 6-ാം world അധ്യായം shall be judged by you, are ye unworthy to judge the smallest matters? क्या तुम नहीं जानते कि पवित्र लोग जगत का न्याय करेंगे इसलिए जब तुम्हें जगत का न्याय करना है हाँ। तो क्या तुम 2-ാം വാക്യം 6-ന്റെ 2-ാം വാക്യം വിശുദ്ധന്മാർ So ലോകത്തെ what do you think about this verse? വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ Do you think അയോഗ്യരോ? Paul was not sane ഈ a വാക്യത്തെ person കുറിച്ച് നിങ്ങൾ to, എന്ത് ചിന്തിക്കുന്നു? But do you think he was all right in his mind? He said something very important. He asked the Corinthian believers, do you not know that the saints shall judge the world? और वो कुरंत के उन संतों से ये कह रहा है कि क्या नहीं तुम ये नहीं जानते कि तुम पवित्र लोग जगत का न्याय करोगे Enoch saw God ലോകത്തെ coming with saints, 10,000s of his എന്ന് saints to judge the അറിയുന്നില്ലയോ world. എന്ന ചോദ്യമാണ് പൗലോസ് കൊരിന്ത്യരോട് दूतों के साथ आएगा जगत का न्याय करने के लिए Yes. Enoch ने देखा ये बात. ഹാനോക്ക് ആദാമിൽ നിന്ന് And Jude ഏഴാമത്തെ writes in his ഹാനോക്ക് ദൈവം അവന്റെ ദൂതന്മാരോടുകൂടെ സകല Now Paul is telling to the saints വിശുദ്ധന്മാരോടുകൂടെ here, വരികയും ന്യായം വിധിക്കുകയും
Do you not know ഹാനോക്ക് that കണ്ടു. യൂദ saints പറയുന്നു, shall judge the world? പൗലോസ് കൊരിന്ത്യ സഭയോട് ഇങ്ങനെ പറയുന്നു, कि पवित्र लोग जगत का न्याय करेंगे। It's a reality. ये सच्चाई है। This is what വിശുദ്ധന്മാർ the Lord has ലോകത്തെ destined His church to വിധിക്കും be. എന്ന് അറിയുന്നില്ലയോ? नियति है जो प्रभु ഇതൊരു യാഥാർത്ഥ്യമാണ്. And therefore He is telling, if you are going to judge the world, ദൈവം can't you അവന്റെ judge സഭയെക്കുറിച്ച് your own life? വിധിച്ചതും നിശ്ചയിച്ച കാര്യം ഇതാണ്. അതുകൊണ്ട് പൗലോസ് പറയും, To put in other words, can't you നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരാകുന്നെങ്കിൽ who can reign നിങ്ങളുടെ with സ്വന്തം Christ now? ജീവിതത്തെ വിധിപ്പാൻ നിങ്ങൾ കഴിയുകയില്ലയോ? ഇല്ലെങ്കിൽ വേറെ വാക്കിൽ പറഞ്ഞാൽ, के साथ राजनीति don't you know that one day you are going to reign over this world? ഇപ്പോൾ അവനോടുകൂടെ വാഴാൻ കഴിയുകയില്ലയോ എന്ന മറ്റു വാക്കിൽ അതിന്റെ അർത്ഥം. You are going to reign over this world. पूरे जगत के ऊपर നിങ്ങൾക്ക് അറിയുന്നില്ല, ഒരു നാൾ നിങ്ങൾ Yeah. ലോകത്തെ നിങ്ങൾ So if വിധിക്കും. that is so, നിങ്ങൾ ലോകത്തെ Can't you just വാഴും. reign over your situation in your present life now? അങ്ങനെ വാഴും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? I'm putting in other words. Amen. അങ്ങനെയെങ്കിൽ Does that make any ഇങ്ങനെ sense? വർത്തമാന സമയത്ത് അത് May God നിങ്ങൾക്ക് help അനുഭവിപ്പാൻ കഴിയുകയില്ലയോ എന്നാണ് You know, when we പൗലോസ് മറ്റു think വാക്കുകൾ about all കൂടെ these പറഞ്ഞത്. things, people think And that that this man is നിങ്ങൾക്ക് talking മനസ്സിലാവുന്നുണ്ടോ? high-fi things, but ദൈവം Paul നമ്മെ said, സഹായിക്കട്ടെ പ്രിയമുള്ളവർ. उसने कहा है, and then he said, he says, ഞാൻ knowing not പറയുമ്പോൾ that ചിലപ്പോൾ we നിങ്ങൾക്ക് shall judge ചോദിക്കും, angels, ഇതൊക്കെ ഉയർന്ന ചിന്തയാണ്. പക്ഷെ ഇത് പൗലോസ് how much more വ്യക്തമായി things that കൊരിന്ത്യൻ pertain സഭയോട് to പറഞ്ഞു. this life? നിങ്ങൾ ദൂതന്മാരെ പോലും വിധിക്കേണ്ടിയവരല്ലയോ? Padiye, verse 3. क्या तुम नहीं जानते कि स्वर्गदूत का भी न्याय करोगे? तो हाँ. क्या संसारिक बातों का न्याय निर्णय नहीं कर सकते? Yeah. ഐഹിക കാര്യങ്ങളെ क्या लिखा है? എത്ര അധികം നിങ്ങൾ How വിധിക്കണം. much more? Verse 3, पढ़िए. क्या तुम नहीं जानते कि നാം स्वर्गदूतों का न्याय करेंगे? ഭൂ- क्या संसारिक बातों का निर्णय ദൂതന്മാരെ Yeah, വിധിക്കുകയും how much more, എന്ന് yeah. നിങ്ങൾ Things that അറിയുന്നില്ലയോ? pertain to this life. ഐഹിക കാര്യങ്ങളെ എത്ര അധികം. संसारिक बातों का निर्णय? Yes. So, Paul is saying here very clearly, यहाँ बहुत स्पष्ट रूप से पौलुस कहता है, you are called, your destiny to judge the world, to rule the world. And if that is so, can't you rule your നിങ്ങൾ daily life in some measure? നിങ്ങൾ ലോകത്തെയും जगत का न्याय करना है Yes. और आप इसके अधिकारी होंगे, तो क्या നിങ്ങൾ- अपनी जिंदगी के നിങ്ങൾ ലോകത്തെയും Yes, let me just ദൂതന്മാരെയും read from ആകുന്നു. Yes. അങ്ങനെ പക്ഷേ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ വിധിപ്പാൻ കഴിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ വിധിപ്പാൻ കഴിയുന്നില്ലേ? വേറൊരു തർജ്ജമയിലും വായിക്കാം. Yeah. So this translation says like this. It's Message translation. The day is coming when the world is going to stand before a jury made up of followers of Jesus. If someday you are going to rule the world or rule on the world's fate, wouldn't it be a good idea to practice of some of these similar cases? നിങ്ങൾ ഒരു നാൾ ലോകത്തെ വിധിക്കേണ്ടിയവരെങ്കിൽ Wouldn't നിങ്ങൾ അങ്ങനെ it be a good ഇപ്പോൾ idea to തന്നെ അതിന്റെ practice പരിശീലനം of ചെയ്യേണ്ടിയവരല്ലേ? some of those or these smaller cases? So I would like to say here, जो मैं कहना चाहता हूँ, let me just read verse 4 also. चौथी आयत और मैं पढ़ना चाहूंगा। നിസ്സാര So why കാര്യങ്ങളെ not കുറിച്ച് these everyday affairs? क्यों नहीं? जो വിധി കൽപ്പിപ്പാൻ Hallelujah. അയോഗ്യരാകുന്നത് എങ്ങനെ എന്നാണ് If we are going മറ്റൊരു to തർജ്ജമയിൽ rule with Christ, यदि हम मसीह के साथ राज करेंगे why not rule over things today in എന്തുകൊണ്ട്? this life? और इस जिंदगी में प्रति ക്രിസ്തുവിനോടുകൂടെ വാഴാൻ നിങ്ങൾ വിളിക്കപ്പെട്ടുവെങ്കിൽ Yes. നിങ്ങളുടെ ദൈനംദിന ഐഹിക It's very കാര്യങ്ങളിൽ നിങ്ങൾ important. വാഴുവാൻ കഴിയാത്തത് എന്തുകൊണ്ട്? Saints, the church is here not to Oh, fly ഇത് വളരെ- away, but the വളരെ church is here to be ആവശ്യമുള്ള prepared for the പ്രധാനപ്പെട്ട ഒരു day that കാര്യം. is coming. और जो दिन आ रहा है उसके लिए कलीसिया तैयार हो, इसके लिए है ना
ദൈവം You know, സഭയെ too many ഒരുക്കുന്നത് ഇവിടുന്ന് Christians പറന്നു today, പോകാനല്ല, പക്ഷേ too many believers are weak and വാഴുവാനാകുന്നു defeated എന്ന് നമ്മൾ മറക്കരുത്. ഇന്ന് അനേക വിശ്വാസികൾ weak and defeated. പരാജയപ്പെട്ടും ബലഹീനരുമായി തുടരാനുള്ള കാരണം Their theology has miserably അവർ lowered their ബലഹീനരും mentality. അവർ പരാജയപ്പെട്ട അവസ്ഥയിൽ കാരണം Yes. Their അവരുടെ theology has miserably lowered their mentality towards വേദശാസ്ത്രം അവരെ God's purpose. ബലഹീനമാക്കി. परमेश्वर के उद्देश्य के प्रति उनकी जो धार्मिक सोच है उसने बहुत ही അവർ नीच और दयनीय अवस्था में लिया है। And they ദൈവ have so ഉദ്ദേശങ്ങളെ interpreted the God's കുറിച്ച് word അവർ प्रकार से उन्होंने അവരുടെ ഉപദേശങ്ങളെ and lowered ഉപദേശങ്ങൾ their നിമിത്തം mentality അവർ मानसिकताओं को नीचे गिरा അവർ into a world പരാജയപ്പെട്ടു. that revolves around അവരുടെ self-comfort. മനോവിചാരങ്ങളെ താഴ്ത്തുകയും ചെയ്തു. चारों तरफ केवल उस खुदी के चारों तरफ उसके Yes. സ്വയ തൃപ്തിക്ക് വേണ്ടിയും Let me സ്വയ say that again. സൗകര്യങ്ങൾക്ക് വേണ്ടിയും Lowered their mentality into a അവരുടെ world that ചിന്തകളെ revolves around എന്താ, self and ഞാൻ വീണ്ടും പറയട്ടെ. self-comforts. केवल अपनी खुदी और खुदी की सुविधा के लिए जो संसार जिस प्रकार से चारों तरफ घूमता है उस स्थान पे സ്വയ ആവശ്യങ്ങളും സ്വയ ആശ്വാസത്തിലേക്കും ഒതുങ്ങുന്ന It's very ഒരു sad. മനോ It's very sad. വിചാരങ്ങളിലേക്ക് But അവരുടെ where are ഉപദേശങ്ങളെ we? That's അവരെ one thing I want to നയിക്കുവാൻ ask. ഇടവന്നു. അത് വളരെ If that's where വേദനകരമായ ഒരു majority of കാര്യമാണ്. people are, यदि बहुसंख्यक इस स्थान पे हैं നമ്മുടെ അവസ്ഥ എന്താകും? where are we in our lives? तो हम अपनी जिंदगी में किस स्थान पे हैं? We are hearing നമ്മുടെ God's അവസ്ഥ word. എന്താകുന്നു? परमेश्वर के वचन सुन रहे हैं, The Lord is setting a table നമ്മൾ എവിടെ for നിൽക്കുന്നു us. ഈ കാര്യത്തിൽ? सामने प्रभु मेज बिछा रहा है। Is it causing നമ്മൾ us to gain ദൈവവചനം ascendancy through the strength of the word that we ദൈവം are നമ്മുടെ receiving in മുൻപാകെ these ഒരു days? മേശ ഒരുക്കുന്നു. जो वचन प्राप्त कर रहे हैं उसके द्वारा हम पोषित होके उस നമ്മൾ കേൾക്കുന്ന വചനത്താൽ ശക്തി my പ്രാപിച്ച് prayer for all of us നമുക്ക് is ആരോഹണം ചെയ്യാൻ കഴിയുന്നു. ഞങ്ങളുടെ That സാഹചര്യങ്ങൾക്ക് may ആരോഹണം ചെയ്യാൻ the കഴിയുന്നു. dynamite and power എന്റെ of പ്രാർത്ഥന God's നിങ്ങൾക്ക് Holy ഓരോരുത്തർക്കും വേണ്ടിയുള്ള Spirit എന്റെ പ്രാർത്ഥന and the ഉണ്ടാകുന്നു. word blow us all out of that zone and bring us into that realm of God's present workings. और परमेश्वर का वचन और परमेश्वर की आत्मा की सामर्थ इस प्रकार से काम करे कि एक विस्फोटक के ദൈവ समान നമ്മുടെ उस स्थान നമ്മുടെ ആ ഒരു I would say that നിരുത്സാഹ again. അവസ്ഥയിൽ May the നിന്ന് dynamite ദൈവം or നമ്മളെ the power of God's പൊട്ടിച്ച് word and His നമ്മളെ Holy Spirit blow us അവന്റെ out, പ്രവൃത്തിയുടെ തലത്തിലേക്ക് all നമ്മളെ out of that ഉയർത്തട്ടെ. realm. ദൈവവചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം നമ്മളെ The realm of the self और जो हमारी खुदी का and that comfort zone ഒരു സ്ഫോടനം പോലെ സംഭവിച്ചു നമ്മുടെ And ഉള്ളിൽ bring us ഒരു into the സ്ഫോടനം realm of സംഭവിച്ച് God's present നമ്മളെ workings. അവന്റെ ഉദ്ദേശത്തിലേക്ക് നമ്മളെ ഉയർത്തുമാറാകട്ടെ എന്നാകുന്നു എന്റെ into പ്രാർത്ഥന. a walk with God, ताकि हम परमेश्वर के അങ്ങനെ ദൈവത്തിന്റെ into a വർത്തമാന walk with പ്രവൃത്തിയിലേക്ക് God നമ്മളെ ഉയർത്തുമാറാകട്ടെ. साथ चलने के അങ്ങനെയുള്ള ഒരു which is സ്ഫോടനം Christ-centered അവന്റെ വചനത്താലും പരിശുദ്ധാത്മാവിലും and നമ്മുടെ not ഉള്ളിൽ man-centered. ഉണ്ടാകട്ടെ എന്നാകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. Hallelujah. ക്രിസ്തുവിനെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. സ്വയ കേന്ദ്രീകരിച്ച അവസ്ഥയിൽ നിന്ന് നമ്മളെ Oh, may God help us. പൊട്ടിച്ച് നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ നീക്കുമാറാകട്ടെ. ഓ ദൈവം ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമാറാകട്ടെ. You know, it's very sad to see today that many are caught up in the realm of the self. ये दुखद बात है कि अधिकांश लोग या बहुत संख्यक लोग खुदी के क्षेत्र में झगड़े ഇന്ന് Yes. അനേക വിശ്വാസികൾ നമ്മുടെ ഇടയിലും അവിടെ സ്വയത്തിൽ You know, God in His കേന്ദ്രീകരിച്ച mercy അവസ്ഥയിൽ കാണുമ്പോൾ വളരെ വേദനിപ്പിക്കുന്നു. has been laying some things upon my heart in ദൈവം these അവന്റെ days കരുണയാൽ as I was waiting and spending time with the Word. और जब मैं परमेश्वर के सम्मुख इंतजार कर रहा था उसके मुख को खोज रहा था तब परमेश्वर की आत्मा ने कुछ बात मेरे हृदय के ऊपर रखी ദൈവവചനത്തിൽ reason ഞാൻ why സമയം ചെലവഴിക്കുമ്പോൾ ദൈവം I ചില have shared some ചിന്തകളെയും of the ദൈവം things ചില as ഭാരങ്ങളെയും God എൻ്റെ ഉള്ളിൽ led me ഇടവന്നു. and helped me in my ഈ own ഒരു life കാരണം കൊണ്ടാകുന്നു and also burdened me to share with us. और मेरी अपनी जिंदगी में उसने उन स्थानों में मेरी अगुवाई की और यही सारी बातें मैंने
You know, we heard in our previous meditations ഈ ഒരു again. ഭാരത്തോടെയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ദൈവം എനിക്ക് നൽകിയ We must വചനത്താൽ understand that ഞാൻ Jesus is പങ്കിട്ടത്. priest നമ്മൾ and കഴിഞ്ഞ also king. നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ കണ്ടത് याजक है और राजा भी है। Yes. യേശുക്രിസ്തു പുരോഹിതനും As I said, രാജാവും ആകുന്നു എന്ന് നമ്മൾ you know, ഓർത്തുകൊള്ളണം. the theology of many have brought them to a miserable mentality. और धर्मशास्त्र की शिक्षाओं ने आज बहुत सारे लोग को दयनीय अवस्था और पतन के स्थान ഇന്ന് You know, as I അനേകരുടെ said, Christ is both priest വേദശാസ്ത്ര and king. നിമിത്തം അവരുടെ ബലഹീനമായ Now, അവസ്ഥയിൽ many today കൊണ്ടുവരാനുള്ള in the കാരണം അവരുടെ spiritual world, വേദശാസ്ത്രമാണ്. और आत्मिक जगत അവർക്ക് ക്രിസ്തുവിനെ They only want to പുരോഹിതനും relate to രാജാവുമായി Christ as a കാണാൻ കഴിയത്തില്ല. priest. ഇന്ന് ആത്മീയ ഗോളത്തിൽ അനേകരും Priest is one who stands before God on ഒരു behalf of പുരോഹിതനായി മാത്രമേ അവനോട് വ്യവഹരിക്കാറുള്ളൂ. ക്രിസ്തുവിനെ ഒരു പുരോഹിതൻ You know, that speaks about പുരോഹിതൻ നമുക്ക് വേണ്ടി you know പിതാവിന്റെ that മുന്നിൽ Jesus Christ is a നിൽക്കുന്നവനാകുന്നു priest who പുരോഹിതൻ. stands for my welfare ആ before Heavenly Father. പുരോഹിതനായിട്ട് മാത്രമാണ് ക്രിസ്തു. कि प्रभु यीशु एक याजक के रूप में हमारे कल्याण के लिए You know, he is one who will പിതാവിന്റെ meet all മുന്നിൽ my എനിക്ക് വേണ്ടി needs. നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിൽ മാത്രമാണ് ഇന്ന് അനേകർ നിൽക്കുന്നത്. He hears അങ്ങനെ my മാത്രമേ അവർ prayers. ക്രിസ്തുവിനോട് He ബന്ധപ്പെടാറുള്ളൂ. answers my അവൻ എന്റെ എല്ലാ prayers. ആവശ്യങ്ങളെയും സന്ധിക്കുന്നു. He അവൻ എനിക്ക് blesses വേണ്ടി me. പിതാവിന്റെ മുൻപിൽ He heals പ്രാർത്ഥിക്കുന്നു. me. അവൻ He എന്റെ comforts പ്രാർത്ഥന me. കേൾക്കും. അവൻ You എന്റെ know, this is പ്രാർത്ഥനയ്ക്ക് ഉത്തരം all the നൽകും. realm of the അവൻ എന്നെ priestly nature അനുഗ്രഹിക്കുന്നു. of God. അവൻ എന്നെ സൗഖ്യം നൽകുന്നു. അവൻ എന്നെ സുഖം വരുത്തുന്നു. You know, where my needs are met. ഇതെല്ലാം That's the only realm that people want to know about Christ. ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടെ പൗരോഹിത്യ If we ശുശ്രൂഷയിൽ only എന്റെ ആവശ്യം relate ശ്രദ്ധിക്കപ്പെടുന്നു. to the one who ഈ ഒരു meets our തലത്തിലാണ് needs, ഇന്ന് അനേകർ ക്രിസ്തുവിനെ അറിയാൻ താല്പര്യപ്പെടുന്നത്. हमारी जरूरतों को पूरा करता है। we will be out of balance. എന്റെ ആവശ്യങ്ങളെ മാത്രം സന്ധിക്കുന്ന ഒരു ക്രിസ്തുവിനെ If you only മാത്രമായിട്ടാണ് follow നമ്മൾ അവനെ Jesus അറിയുന്നുവെങ്കിൽ because of what he does, നമ്മുടെ ജീവിതത്തിൽ ഒരു സമതുലത നഷ്ടപ്പെടും. സന്തുലത നഷ്ടപ്പെടും. അവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ സന്തുലത നമ്മൾ നഷ്ടപ്പെടും. शारीरिक दृष्टि से ही मसीह Yes. का अनुसरण कर रहा है। because of what he does, അവൻ ക്രിസ്തുവിനെ ഒരു ജഡീകമായിട്ടാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. is a carnal. കാരണം അവൻ ചെയ്യുന്നത് शारीरिक मसीह है। Yes. അവൻ വളരെ ജഡീകമായി പ്രവർത്തിക്കുന്നു. I'm going to close. അവൻ in a few ജഡീകമായി പ്രവർത്തിക്കുന്നു. അവൻ ഒരു ജഡീക രീതിയിൽ ക്രിസ്തുവിനോട് ഇടപെടുന്നു. the ഞാൻ essence അല്പനിമിഷം of കൂടെ പറയാം, sin ചില കാര്യങ്ങളോട് പറയാം. is the love of self. पाप का जो बोध है The essence of sin. और സ്വയസ്നേഹമാണ് പാപത്തിന്റെ ശക്തി. निचोड़ Nichod, yeah. The essence of sin is പാപത്തിന്റെ സത്ത് സ്വയമാണ്. yes. Please understand. പാപത്തിന്റെ സത്ത് Now, സ്വയമാണ്. the Apostle Paul made it very clear when he സ്വയ wrote to the സ്നേഹമാണ്. Corinthians again in his second letter. പാപത്തിന്റെ സത്ത്. पुरुष ने सब बातों को देखा है। Yes, second letter. दूसरा पत्र उसका नहीं, कुरिन्थियों को पत्र उसका नहीं, दूसरा पत्र. हाँ. नहीं, दूसरा पत्र to Corinthians. Yeah. Chapter 5 अध्याय 5 and verse 15. और 15वीं आयत उसकी। Yes. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 5-ാം അധ്യായം. And that he died for all, that they which പാപത്തിന്റെ live should സാരം not henceforth സ്വയമാണ്. live unto themselves, but unto him which died for them and rose again. और वह इस निमित्त सबके लिए मरा 5:15-16 को अपने लिए ना जिए परंतु उसके लिए जिए। ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ The നിർണയിച്ചിരിക്കുന്നു. essence of sin और पाप का जो निचोड़ है is the love of self. वो खुद ही से प्रेम करता And the scripture is very clear. है। स्पष्ट है ये वचन। Many പാപത്തിന്റെ people say, സാരം why did Jesus die for? സ്വയസ്നേഹമാണ്. प्रभु यीशु मसीह Everybody, if you ask them why,
everybody will say he died for our sins. യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത് എന്ന് പലരുടെയും ഉത്തരം അവൻ നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നാണ് The other side ഭൂരിപക്ഷരുടെ is ഉത്തരം. that we should not live for പക്ഷേ അത് ourselves. ആ That's മരണത്തിന്റെ why he ഒരു ഭാഗം died. മാത്രമാണ്. നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചത് ഒരു ഭാഗം. उस जीवन के लिए ना जिए जो हम पहले जी रहे थे। അവൻ മരിച്ചതിന്റെ മറ്റൊരു കാരണമുണ്ട്. ഇനിയും ജീവിക്കുന്നവരായ നാം തങ്ങൾക്ക് The വേണ്ടി essence of ജീവിക്കാതെ sin അവന് വേണ്ടി ജീവിക്കണം. is the love of അതാകുന്നു ക്രൂശിന്റെ മറുവശം, അവന്റെ മരണത്തിന്റെ And let me മറുവശം. say this again, in other words, selfishness പാപത്തിന്റെ is സാരം sinfulness. സ്വയ സ്നേഹം ആണ്. ഞാൻ വീണ്ടും പറയട്ടെ, Selfishness സ്വയ is sinfulness. സ്വാർത്ഥത പാപമാണ്. Paap kendrit ho. Yes, paap maya, correct. സ്വാർത്ഥത Sinfulness, selfishness is sinfulness. Stop. और Period. जो खुद ही केंद्रित है वो पाप केंद्रित है। Yes. It's very hard. സ്വാർത്ഥത The carnal mind പാപമാണ്. will wrestle with this. और जो हमारी സ്വാർത്ഥത പാപമാണ്. But the spiritual man will accept it. പക്ഷെ നമ്മുടെ മനസ്സ് ഇത് ഒരിക്കലും We are living in a അനുവദിക്കുകയില്ല. ഈ Christian ചിന്ത world today ഇങ്ങനെ that, ചിന്തിപ്പാൻ അനുവദിക്കുകയില്ല, It says, well, അംഗീകരിക്കുകയില്ല. self, what can we do about it? ഇതിനെ എതിരായി നിൽക്കും, മല്ല് പിടിക്കും. हम रह रहे हैं वो कहते हैं क्या करें ये जो स्वास्थ्य केंद्र Our only ഓ hope is just സ്വയമാണ്, coming from the Lord. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, But ഇതെന്റെ let me say, അല്ലേ, ഞാൻ without അല്ലേ, mincing എനിക്കല്ലേ. words, the word of God is very clear that selfishness in sinfulness. ഞാനൊരു കാര്യം പറയട്ടെ, और जो हमारी खुद ही केंद्र ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നത് As I said, I'm going to close. സ്വാർത്ഥത പാപം ആണ്. हमारी सहायता करे। Now, let me സ്വാർത്ഥത take you to the പാപമാണ്. book of 1 Corinthians chapter 3. ദൈവം ഇത് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1 Corinthians chapter 3. And I'm reading verse 1. 1 കൊരിന്ത്യർ 3-ാം Paul അധ്യായത്തിലേക്ക് said to the നമുക്ക് Corinthians again, and I, brethren, could not 1 speak Corinthians unto 3-ാം you അധ്യായം. as unto spiritual, അതിന്റെ but ഒന്നാം as വാക്യം. unto carnal, even unto babes in Christ. तो हे भाइयों मैं तुमसे शरीर से बातें ना कर सका जैसे आत्मिक लोगों से परंतु जैसे शारीरिक लोगों से और എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് Now, എനിക്ക് the apostle said almost the same thing to the church in Corinth in his first letter. ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. He said the same thing what he wrote in the second letter. കൊരിന്ത്യ സഭയുടെ എഴുതിയ ആദ്യത്തെ what did he say ലേഖനത്തിലും here in പൗലോസ് verse ഇങ്ങനെയാണ് 1? പറഞ്ഞത്. He meant ഇത് തന്നെയാണ് carnality. രണ്ടാമത്തെ is അധ്യായത്തിൽ immaturity. രണ്ടാമത്തെ ലേഖനത്തിലും ആവർത്തിച്ചത്. ഒന്നാം വാക്യത്തിൽ That's what he പൗലോസ് says പറഞ്ഞത്, here. I could not speak unto as unto അവൻ പറഞ്ഞത് spiritual, ജഡീകത, but as unto carnal, അപക്വത even unto babes, immature. मैं आत्मिक रीत से आपसे बात ना कर सका क्योंकि आप शारीरिक लोग हो और मसीह में बालक हो। Carnality is immature. ജഡീകരെന്നോട് जो शारीरिकपन है എന്നതുകൊണ്ട് Selfishness നിങ്ങൾ is sinfulness. ക്രിസ്തുവിൽ ശിശുക്കളാകുന്നു. ഇല്ലെങ്കിൽ Selfishness is ജഡീകത sinfulness. और जो हमारा स्व അപക്വത, और वही जो है पापमय And I സ്വാർത്ഥത want to say that I'm പാപമാണ്. really burdened for myself and സ്വാർത്ഥത for all of us. പാപമാണ്. ജഡീകത As I shared right at the അപക്വതയാണ്. beginning, जैसा कि मैंने आरंभ എനിക്ക് the Lord is നിങ്ങളെക്കുറിച്ചും providing a എന്നെക്കുറിച്ചും ഈ ഒരു table വലിയൊരു for us. ഭാരമുണ്ട്. प्रभु हमारे लिए एक मेज बिछा ഞാൻ A ആരംഭത്തിൽ table പറഞ്ഞതുപോലെ that we may come to the throne. ताकि वो ദൈവം നമുക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുന്നു. Yes. Table is the way to the throne और ആ മേശയിൽ കൂടെ അവന്റെ is സിംഹാസനത്തിലേക്ക് to നാം bring us കടന്നു to the വരുന്ന overcoming life. ताकि वो हमारी जिंदगी के अंदर जयवंत മേശയിൽ It കൂടെയാണ് may bring us നമുക്ക് to that ആ ascendancy സിംഹാസനത്തിലേക്ക് through the വരാൻ കഴിയുന്നത്. strength we receive from മേശയിൽ the കൂടെയാണ് nourishment നമുക്ക് at the അതിജീവിപ്പാൻ table of the കഴിയുന്നത്. Lord. और प्रभु के उस मेज से जो हम पोषण पाएंगे उसकी सामर्थ के द्वारा हम जो ऊपर की दिशा And I'm really ആ concerned ശക്തിയിൽ about some കൂടെ of നമുക്ക് us. ആരോഹണം ചെയ്യുവാനും നമ്മുടെ You know, സാഹചര്യത്തിൽ ഒരു some of you, ആരോഹണം you ഉയർന്നു loathe നിൽപ്പാനും സഹായിക്കുന്നു. the table എനിക്ക് God is നിങ്ങളെ spreading ചിലരെ before കുറിച്ച് you. എനിക്കൊരു ഭാരമുണ്ട്. परमेश्वर जिस मेज को बिछा रहा है बहुत सारे लोग उसके लिए ललायत हैं You are നിങ്ങളുടെ wasting മുൻപിൽ that ദൈവം ഒരുക്കുന്ന meat മേശയെ God is നിങ്ങൾ spreading and serving പലരും before you. വെറുക്കുന്നു. भोजन परमेश्वर आपके लिए सजा रहा है बहुत सारे लोग उसको And when I was നിങ്ങളുടെ spending മുൻപിൽ time with the ദൈവം Lord today, ഒരുക്കുന്ന ഈ മേശയെ നിങ്ങൾ the പാഴാക്കി Lord laid this കളയുന്നു. very, അതിനെ very, ഓർത്തിട്ട് very ഞാൻ strongly in my വേദനിക്കുന്നു. spirit. और बहुत ही ഞാൻ ദൈവസന്നിധിയിൽ ഇന്ന് സമയം ചെലവഴിച്ചപ്പോൾ That some are wasting because ദൈവത്തിന്റെ they ആത്മാവിൽ love വളരെ the food ശക്തിയോടെ that ഇത് God is ഊന്നൽ setting കൊടുത്ത before ഒരു them. കാര്യമാണ്. जो परमेश्वर उनके लिए भोजन बिछा रहा है कोई बहुत से लोग उसको
അവിടെ മുൻപിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന മേശയ ഇല്ലെങ്കിൽ ആ ആഹാരത്തെ അവർ പകയ്ക്കുന്നത് കൊണ്ട് അവരതിനെ അതിനെ വേസ്റ്റ് ചെയ്തു, അതിനെ घृणा. പാഴാക്കി കളയും. उसको पसंद नहीं कर रहे हैं, Yes. घृणा कर रहे हैं Yes. और उसको व्यर्थ जाने दे रहे हैं। Yes. And I want to say this with deep convictions. गहरी कायरता के Such ones will experience a famine very soon in your life. और आप अपनी जिंदगी में ഞാൻ വളരെ जिंदगी के अंदर एक आने वाले समय में एक सूखाग्रस्त अवस्था നിങ്ങളുടെ ജീവിതത്തിൽ ഈ You are going to മേശയെ face നിങ്ങൾ a വെറുക്കുന്നുവെങ്കിൽ famine in your ഉടനെ own തന്നെ life നിങ്ങളുടെ ജീവിതത്തിൽ ഒരു because you have ക്ഷാമകാലം വരും refused and എന്ന് ഞാൻ loathed His precious വളരെ word ശക്തിയോടെ that was പറയട്ടെ. brought to you. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ക്ഷാമം നിങ്ങൾ അനുഭവിക്കും. आपके सामने जिससे भरोसा है उसको आप നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയ ഈ വിലയേറിയ മേശയെ നിങ്ങൾ അവഗണിക്കുകയും that നിങ്ങൾ was brought to വെറുക്കുകയും you, ചെയ്ത നിമിത്തം നിങ്ങളുടെ that ജീവിതത്തിൽ meat that was ഒരു brought വലിയ to you ക്ഷാമം നിങ്ങൾ in അനുഭവിക്കും. much burden നിങ്ങളുടെ മുൻപിൽ and travail നൽകപ്പെട്ട ഈ മേശ, and in നിങ്ങളുടെ ജീവിതത്തിൽ labor. നൽകിയ ഈ ആഹാരം, വളരെ ഭാരത്തോടെ നൽകിയ ഈ വചനം വേദനയോടും നൽകപ്പെട്ട ഈ മേശ, ഈ No respect. ആഹാരം നിങ്ങൾ വെറുക്കുകയും പാഴാക്കുകയും കളയുമ്പോൾ I remember നിങ്ങൾക്ക് അതിന് ഒരു ബഹുമാനമില്ലാതെ നിൽക്കുമ്പോൾ, I'm talking about the natural. നിങ്ങളുടെ ജീവിതത്തിൽ You know, നിങ്ങൾ വലിയ ഒരു You labor, you bring, വലിയൊരു This ക്ഷാമത്തിലേക്ക് happens in വരും. many എൻ്റെ families. മക്കളെ കുറിച്ച് എനിക്ക് ഇങ്ങനെ not only for ഞാൻ my ഓർക്കുന്നു. family. അവർക്ക് വേണ്ടി അധ്വാനിക്കും, You അവരെ bring വളർത്തുന്നു. that food and serve. പല കുടുംബത്തിലും സംഭവിക്കുന്ന കാര്യം എൻ്റെ കുടുംബത്തിൽ You have seen മാത്രമല്ല. that in your own families perhaps. And they don't like it. നിങ്ങൾ വളരെ വേദനപ്പെട്ടും കഷ്ടപ്പെട്ട് നിങ്ങൾ I think every അവരുടെ family മുൻപിൽ goes ചില ആഹാരം ഒരുക്കി അവരുടെ മുൻപിൽ വെക്കും. അത് നോക്കിയിട്ട് They അവർക്ക് don't ഇഷ്ടമല്ല, relish അവർക്ക് അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. They don't നമ്മൾ realize എല്ലാ the കുടുംബത്തിലും labor നമ്മൾ ഇത് behind. കാണാറുണ്ട്. वो इस बात को समझ नहीं पाते कि They don't അതിനെ അവർ realize അവർ the അതിൽ money spent on തൃപ്തിപ്പെടുന്നില്ല, it. അതിൽ സന്തോഷിക്കുന്നില്ല, അവർ ആനന്ദിക്കുന്നില്ല. You know, there is no respect for all ആ that is gone ആഹാരം behind it ഒരുക്കുന്നതിന്റെ പിന്നിൽ to ഉള്ള lay that before അധ്വാനത്തെയും ആ them. ആഹാരത്തിന്റെ പിന്നിൽ ഉള്ള വേദനയും കഷ്ടതയും അതിന്റെ അവിടെ മുൻപിൽ ഈ ആഹാരം നൽകുന്നതിന്റെ പിന്നിൽ They do not സംഭവിച്ച value പ്രയത്നങ്ങളെ അവർ which is set ആദരിക്കുന്നില്ല, ബഹുമാനിക്കാതെ, അതിനെ I want ഗണിക്കാതെ to close here. അതിനെ വെറുക്കുന്നു. May God save us from being such children in our spirit. പക്ഷെ ഇതല്ലേ നമ്മളും നമ്മുടെ പിതാവിനോട് നമ്മൾ ചെയ്യുന്നത്. बच्चे होने से परमेश्वर हमें बचाए। അങ്ങനെയുള്ള I feel a മക്കളായി great തീരാൻ, burden in my heart ആത്മീയ for some മക്കളായി of us. തീരാൻ ഇടവരല്ലേ എന്നാകുന്നു എനിക്ക് എൻ്റെ It's my പ്രാർത്ഥന. prayer that എനിക്കിതിനെക്കുറിച്ച് you may not come into a എനിക്ക് famine. ചിലരെ കുറിച്ച് എനിക്ക് വളരെ ഭാരത്തോടെ ഞാൻ ഈ കാര്യം പറയട്ടെ. എൻ്റെ That പ്രാർത്ഥന famine ഇതാകും. could be avoided if we would നിങ്ങളുടെ turn to God ജീവിതത്തിൽ even repentance നിങ്ങൾ tonight. ഒരു ക്ഷാമത്തിൽ വരാതിരിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. God will be kind to us. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്ഷാമം You know, that's what അനുഭവിക്കാതിരിക്കണമെങ്കിൽ even in while നിങ്ങൾക്ക് writing to the ലഭിക്കുന്ന churches he ഈ said, മേശയെ if any നിങ്ങൾ man would hear my ആദരിക്കുക, voice, ഇതിനെ ഭക്ഷിക്കുക. मेरी आवाज को सुनता है। why? എന്റെ ശബ്ദം നിങ്ങൾ ആരെങ്കിലും He expects a കേൾക്കുന്നുവെങ്കിൽ turnaround. क्योंकि वो आशा करता है कि आप लौट आए He expects a turnaround. और वो आशा करता And I want to എന്തുകൊണ്ട് conclude യേശു അങ്ങനെ here പറഞ്ഞു? tonight. है यहाँ इससे കാരണം May God help us. അവൻ ഒരു മടങ്ങി വരവാൻ ആഗ്രഹിക്കുന്നു. The table is the ഞാൻ way. ഇവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവർ. रास्ता है ये मेज ദൈവം നമ്മളെ Table സഹായിക്കട്ടെ. is the ദൈവം way. നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. और मेज वो रास्ता है उस सिंहासन के Yes. മേശയാകുന്നു To that overcoming, സിംഹാസനത്തിലേക്കുള്ള വഴി. to gain the ascendancy, മേശയാകുന്നു to the സിംഹാസനത്തിലേക്ക് strength ഉള്ള we വഴി. receive from that word അതിജീവിക്കുന്ന that God said. അതിജീവിക്കുന്ന ജീവിതത്തിലേക്കുള്ള വഴി മേശയിൽ കൂടെയാകുന്നു. We will see further as the Lord leads us. ആ മേശയിൽ നിന്ന് ലഭിക്കുന്ന ബലത്തിൽ മാത്രമേ നമുക്ക് ആരോഹിപ്പാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ സഹായിക്കുന്നത് പോലെ നമുക്ക് മുന്നേറാം. Shall we all respond to God? Shall we stand up? വരുന്ന ആഴ്ചകളിലും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ,
ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. I would request Jovan to come forward. ദൈവമേ, നിന്റെ കരുണയ്ക്കായി നന്ദി കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നീ ഒരുക്കുന്ന ഈ മേശയ്ക്കായി ദൈവമേ, ഇതിനെ പാഴാക്കി കളയുവാൻ, ഇതിനെ കർത്താവെ ഞങ്ങൾ പകയ്പ്പാൻ